ഈ വീഡിയോയിൽ ഇന്ത്യ ചൈനയ്ക്ക് ബദലായിട്ട് ഒരു ഇക്വേഷണൽ പ്രോജക്റ്റ്, അതായത് ഏത് രീതിയിൽ ഇന്ത്യ മാസീവായിട്ടുള്ള റവന്യൂ കണ്ടെത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ള പല പ്രോജക്റ്റുകൾക്ക് ഇന്ത്യക്കുള്ളിൽ തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊരേ ഒരു പ്രോജക്റ്റ് മാത്രമാണ് നിക്കോബാർ എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്റ്റ്. അത് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. ഈ ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കും ഇത് ജസ്റ്റ് ഒരു പോർട്ട് കൺസ്ട്രക്ഷൻ മാത്രമുള്ള ഒരു പ്രോജക്റ്റ് ആണെന്ന്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ശരിക്കും വലിയ മാസീവായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ഗ്രേറ്റ് നിക്കോബാറിൻ്റെ, അതായത് നിക്കോബാറിൻ്റെ ഒരു 10% സ്ഥലം മാത്രം എടുത്തുകൊണ്ട് ഇന്ത്യ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. അതായത് ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഏതാണ്ട് 1970 മുതലേ ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രപ്പോസലുകൾ പലപ്പോഴായിട്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വന്ന് പോയതാണ്. പല സർക്കാരും ഇരുന്ന് മാറി മറിഞ്ഞ് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇതിനെ ബിൽഡ് ചെയ്യാനുള്ള ഈ ഒരു കാർബൺ ക്ലിയറൻസ് ഒക്കെ കിട്ടിയത് 2022-ലാണ്. അതായത് 70കളിൽ ഇരുന്ന് തന്നെ ട്രൈ ചെയ്യുന്നത് ഈ 2022-ലാണ് ഇതിൻ്റെ അപ്രൂവലൊക്കെ കിട്ടി റെഡിയായത്. കാരണം അത്രമാത്രം ഇതിനകത്ത് പാരിസ്ഥിതികമായിട്ട് ബന്ധപ്പെട്ട് പാരിസ്ഥിതിക ആഘാതം എന്നുള്ള രീതിയിൽ ഇതിൻ്റെ പഠനങ്ങൾ ഇങ്ങനെ ഡിലേ ചെയ്തതാണ്. കാരണം അവിടെ ട്രൈബലുണ്ട്, ഈ നിക്കോബാർ ട്രൈബൽസ്. ഈ ട്രൈബൽ ഗ്രൂപ്പിലുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവർ മറ്റുള്ളവരുമായിട്ട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന ഒരു ടൈപ്പല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ റീലൊക്കേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ അവിടെ ഒരിക്കലും ഉണ്ടാവരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിലുള്ള കൺസേൺ ആണ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രൈബൽസ് ഇല്ലാത്ത ഒരു ഏരിയയിലാണ് ഈ ഒരു 10% സ്ഥലം മാത്രം നമ്മൾ എടുത്തുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് സോഷ്യോ എൻവയറമെൻ്റൽ വിഷയങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ സ്പീഷ്യസ്, പലതരത്തിൽപ്പെട്ട സ്പീഷ്യസ് അവിടെ ഉണ്ട്. അപ്പോൾ അതിനൊന്നും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം നമ്മളുടെ പെരുമാറ്റം എന്നുള്ള രീതിയിലൊക്കെ പലതരത്തിലുള്ള നോംസ് ഒക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ച് ബേസിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് വർക്കുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇത് നോട്ട് ഓൺലി എ പ്രോജക്റ്റ് ഫോർ പോർട്ട് കൺസ്ട്രക്ഷൻ, ഇത് അതിലുപരിയായിട്ട് ഇതിനകത്ത് സിംഗപ്പൂർ മാതൃകയിലുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ്, മാസീവായിട്ടുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് ഹബ്ബായിട്ട് ഇതിനെ മാറ്റാനും, അതുപോലെ തന്നെ ക്രമേണ ഇതിൻ്റെ ആ ഒരു TUV കണ്ടെയ്നേഴ്സിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിച്ച് കൊണ്ടുവരാനും, അതുപോലെ ഷിപ്പ് ടു ഷിപ്പ് 2-3 ഷിപ്പുകളെ നേരിട്ടങ്ങ് നിർത്തിയിട്ട് ഒരു ഷിപ്പിൽ നിന്ന് മറ്റുള്ള ഷിപ്പിലേക്ക് നമ്മൾ പോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാതെ തന്നെ ഡയറക്റ്റായിട്ട് ഷിപ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള ഫെസിലിറ്റി, അങ്ങനെയൊക്കെ ഒരു മോഡേൺ ഫെസിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പോർട്ട് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ബ്ലൂ പ്രിന്റ് ഇട്ടോടാണ് ഈ വർക്കുകളൊക്കെ നടക്കുന്നത്, ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ ഒരു വർക്കിനെ ഒരു പ്രത്യേക കമ്മിറ്റിക്ക് ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് ഈ ഒരു വർക്ക് അവിടെ നടക്കുന്നത്. ആ കമ്മിറ്റിയാണ് ഇതിനെ ഫുൾ ആൻഡ് ഫുൾ ഗവൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പോർട്ട് ബിൽഡപ്പ് എന്നുള്ളതിലുപരിയായിട്ട് ദുബായ് മാതൃകയിലുള്ള ലക്ഷറി ഹോട്ടലുകൾ, റിസോർട്ടുകൾ, മാൽഡീവ്സ് ശൈലിയിലുള്ള റിസോർട്ടുകൾ, അതേപോലെ ലക്ഷറി ആയിട്ടുള്ള ഇതേപോലെ ടൂറിസ്റ്റ് ഫെസിലിറ്റികൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചൈനയെ കൗണ്ടർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മേജർ മിലിറ്ററി ബേസ് നമ്മൾ അവിടെ തയ്യാറാക്കുന്നുണ്ട്. അവിടെ ഓൾറെഡി തന്നെ ഇന്ത്യയുടെ മിലിറ്ററി ബേസ്, അതേപോലെ തന്നെ എയർഫോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റ് കാര്യങ്ങളെല്ലാം ലാൻഡ് ചെയ്യാൻ പറ്റുന്ന സംഗതി തന്നെയാണ്. ഈ ഒരു ഐലൻഡിനെ, ഈ നിക്കോബാർ ഐലൻഡിനെ ഒരു ഫ്ലോട്ടിംഗ് എയർക്രാഫ്റ്റ് കരിയർ എന്ന് തന്നെയാണ് ഇന്ത്യൻ ആർമി വിശേഷിപ്പിക്കുന്നത്. ഒരു ഫ്ലോട്ടിംഗ് എയർക്രാഫ്റ്റ് കരിയർ. അതായത് നമ്മളുടെ ലൊക്കേഷൻ, എന്തുകൊണ്ടാണ് നിക്കോബാർ ഐലൻഡിൽ ഈ ഒരു പ്രോജക്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മലാക്ക സ്ട്രൈറ്റ് എന്ന് പറയുന്നത് സിംഗപ്പൂർ, മലേഷ്യ ആ റൂട്ടുകളിൽ നിന്നൊക്കെ വരുന്ന ഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ മലാക്ക സ്ട്രൈറ്റ് കഴിഞ്ഞ് മാത്രമേ ഒരു എക്സിറ്റ് ഉള്ളൂ. മലാക്ക സ്ട്രൈറ്റ് ഒഴികെ അവർക്കൊരു റൂട്ടില്ല. പ്രത്യേകിച്ച് ചൈനയ്ക്കും ഒരു റൂട്ടില്ല. മറ്റുള്ള ഏഷ്യൻ സൈഡിലുള്ള കംപ്ലീറ്റ് ഷിപ്പ് റൂട്ടിങ്ങും ഈ മലാക്ക സ്ട്രൈറ്റുമായിട്ട് ബന്ധിപ്പിച്ചാണ് കിടക്കുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറും ഹോട്ടൽ ഇൻഡസ്ട്രിയും റിസോർട്ടുകളും ലക്ഷറി ആയിട്ടുള്ള കംപ്ലീറ്റ് ഫെസിലിറ്റികളും ടൂറിസ്റ്റ് ഫെസിലിറ്റിയും ഈ ട്രാൻസ്ഷിപ്മെൻറ്റും എല്ലാം കൂടി ചേർന്ന ഒരു മിക്സ്ഡ് പ്രോജക്റ്റാണ് ഈ നിക്കോബാർ പ്രോജക്റ്റ്. പറയുമ്പോൾ ഇത് ചെറിയ രീതിയിൽ ബിൽഡപ്പായിട്ട് തോന്നാം. ഇത് ബിൽഡപ്പ് ഒന്നുമില്ല, റിയാലിറ്റിയാണ്, ഇത് ഫാക്റ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ചെറുതായിട്ട് 1-2 വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കുന്ന ഒരു പ്രോജക്റ്റ് അല്ല. ഇത് പ്രത്യേകിച്ച് നമ്മൾ കടലിൻ്റെ ഉള്ളിൽ ഒരു ഐലൻഡ് സ്റ്റേറ്റ് തന്നെയാണ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണാണ്. 2058-ലാണ് നമ്മൾ ഈ രീതിയിലുള്ള നിക്കോബാർ ഫോർകാസ്റ്റ് നമ്മൾ നോക്കിക്കാണുന്നത്. അതായത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഫെസിലിറ്റി ഇതെല്ലാം തന്നെ 40കൾക്ക് ശേഷം തന്നെ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ 2025-ലാണ് നമ്മൾ. അപ്പോൾ ഒരു 15 വർഷം കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൻ്റെ നെക്സ്റ്റ് 10 ഇയർ, അതായത് 40 കഴിഞ്ഞിട്ട് 58 വരെ, ആ ഒരു നിയർലി 18 to 20 ഇയേഴ്സ്, ആ സെക്കൻഡ് ഫേസ് ഓഫ് 20 ഇയേഴ്സിലാണ് മാസീവായിട്ടുള്ള വളർച്ച ഈ ഒരു നിക്കോബാർ പ്രോജക്റ്റിന് വരിക. ഈ ഫസ്റ്റ് 15 ഇയേഴ്സിൽ നമ്മൾ ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള ബിൽഡപ്സ് ആണ് ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ബേസിക് കൺസ്ട്രക്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വർക്ക് കൃത്യമായിട്ട് നടന്നാൽ മാത്രമാണ് ഇതിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഗ്രേറ്റ് നിക്കോബാറിൽ ഗലാത്തിയ എന്ന് പറഞ്ഞ ഒരു ഐലൻഡാണ് നമ്മൾ ഇതിനു വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ഗലാത്തിയ ഐലാൻഡിൽ 10% സ്ഥലം മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്.
മറ്റുള്ള ഒരു നാച്ചുറൽ റിസോഴ്സസും നമ്മൾ ആ ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യില്ല എന്നാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ തീരുമാനം. അതേപോലെ സിംഗപ്പൂർ, കൊളംബോ പോർട്ടുകളുമായിട്ട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള ഈ ഒരു പോർട്ട് പ്രോജക്റ്റിന് വേണ്ടി മാത്രം ഇന്ത്യൻ ഗവൺമെന്റ് വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 81,000 കോടി, അതായത് $9.5 ബില്യൺ. അതാണ് ഇതിന്റെ ബഡ്ജറ്റ്, ബേസിക് ബഡ്ജറ്റ് ഈ പോർട്ട് വർക്കിന് വേണ്ടി മാത്രം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമ്പനികളൊക്കെ ഓൾറെഡി ബിഡ് ചെയ്തിട്ടുണ്ട്. 2-3 കമ്പനികളെല്ലാം 10 കമ്പനികൾ ബിഡ് ചെയ്തിട്ടുണ്ട്. ഈ 10 കമ്പനികളിൽ സെലക്റ്റീവ് ആയിട്ടുള്ള കമ്പനികളെയൊക്കെ ഓൾറെഡി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകൾ. ഓപ്പൺ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. അത് കൂടാതെ ഇവിടെ സോളാർ പ്ലാന്റുകൾ, ഗ്യാസ് കുഴിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ, ഇങ്ങനെ പല പ്രോജക്റ്റുകളും ഇപ്പോൾ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇറ്റ് മീൻസ് അതിൻ്റെ വർക്കുകളൊക്കെ പ്രോഗ്രസിങ്ങിലാണ്. 2058 1.6 കോടി TUV 20 ഫുട്ട് കണ്ടെയ്നേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിരിക്കും ഈ നിക്കോബാറിൽ വരുന്നത്. ഏതാണ്ട് 2040 തന്നെ 30,000 കോടി വരുമാനമാണ് ഇതിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. 30,000 കോടി വരുമാനം. ഇതിൽ നിന്നും സെൻട്രൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ 50,000 ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. 50,000 ജോബ് ഓപ്പർച്യൂണിറ്റീസ്. ഇത് മാസീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് എക്കോളജിക്കലി വളരെ കൃത്യമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു രീതിയിലുള്ള എക്സ്ട്രാ പ്രോജക്റ്റുകളും അവിടെ നമ്മൾ അവതരിപ്പിക്കില്ല. ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ ലാൻഡ് അക്വിസിഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നിയമ നടപടിക്രമങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ എന്തെങ്കിലും തരത്തിൽ അവിടെ ലാൻഡ് അഡീഷണലി നമുക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുക. ഇതിന്റെ ഏറ്റവും പ്രധാനം, ഇതിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ലോക്കൽ നിക്കോബാർ ആ ഒരു ട്രൈബൽ ഗ്രൂപ്പാണ്. അവരുടെ കൺസെന്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നിലവിൽ നമുക്ക് അവരുടെ കൺസെന്റ് ഉണ്ട്. പക്ഷേ ഒരു 15, 20, 30 വർഷങ്ങൾക്ക് മുമ്പ് ഈ കൺസെന്റ് ഒന്നും സാധ്യമല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരുടെ സൈഡിൽ നിന്നുള്ള ആക്രമണങ്ങൾ വരെ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. ഇപ്പോൾ ജനറേഷൻസിന് ഒരുപാട് മാറ്റമുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒരു കോപ്പറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് ചില സാധനങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതായത് അവരുമായിട്ടൊരു ടൈപ്പ് ക്രിയേറ്റ് ചെയ്യാനും അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ അവിടെ ആൾക്കാർ പോകാൻ വേണ്ടിയിട്ട് ആ ഒരു കടൽ തീരത്ത് വരെ ഇറങ്ങി നിന്നിട്ട് തിരിച്ചു വന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അവർ ആക്രമിക്കും, ആക്രമണകാരികളാണ്. പക്ഷെ ഇപ്പം ആ അവസ്ഥയ്ക്കൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2023 തന്നെ ഏതാണ്ട് 10ഓളം കമ്പനികൾ ഇതിനെ ബിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. JSW, അതേപോലെ SR പോർട്ട്, ഇങ്ങനത്തെ കമ്പനികളൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ ഗലാത്തിയ ബേ ഐലാൻഡിൽ നിന്നും വെറും 90 നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു മലാക്ക സ്ട്രേറ്റിലേക്ക്. അപ്പോൾ ഈ മലാക്ക സ്ട്രേറ്റിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഏഷ്യയിലുള്ള ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് നടക്കുന്ന ഓയിൽ ട്രേഡിൽ 30% ട്രാൻസ്പോർട്ടേഷൻ ഈ ഒരു മലാക്ക സ്ട്രേറ്റിലൂടെയാണ് നടക്കുന്നത്. നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ 65% ട്രാൻസ്പോർട്ടേഷൻ ഇതിലൂടെയാണ് നടക്കുന്നത്, മലാക്ക സ്ട്രേറ്റിലൂടെ. അതേപോലെ നമ്മൾ ചൈനയുടെ ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 85% ചൈനയുടെ ഓയിൽ ട്രാൻസ്ഷിപ്മെന്റ് നടക്കുന്നത് ഈ മലാക്ക സ്ട്രേറ്റിലൂടെയാണ്. അപ്പോൾ ഇന്ത്യ ഇവിടെ സ്ഥാനം ഉറപ്പിക്കുന്നതോടുകൂടി ഇത് ഒരു ഗ്ലോബൽ ട്രാൻസ്പോർട്ട് ഹബ്ബായിട്ട് മാറും, അത് ഉറപ്പാണ്. അതിലുപരിയായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ മലാക്ക സ്ട്രേറ്റിനെ മോണിറ്റർ ചെയ്യാനും അതിലൂടെ ചൈനയുടെ ഇൻഫ്ലുവൻസിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ചൈനയുടെ സ്പൈ ഷിപ്പുകൾ ശ്രീലങ്കയിൽ വന്ന് കിടക്കുന്നു, മാൽഡീവ്സിൽ വന്ന് കിടക്കുന്നു, അതേപോലെ ബംഗ്ലാദേശിൽ വന്ന് കിടക്കുന്നു. അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ കഴിയും. ഇതിലുപരിയായിട്ട് ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ ലാൻഡാണ്. അപ്പോൾ ഇത് ചൈന അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കുമ്പോഴത്തേക്കും ചോദ്യങ്ങൾ ഉയർത്തുന്ന കണക്ക് മറ്റാരും തന്നെ ഗ്ലോബലി ഇന്ത്യയുടെ ഒരു വാർഷിപ്പോ ഇന്ത്യയുടെ ഒരു എയർക്രാഫ്റ്റ് കരിയറോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ഫൈറ്റർ ജെറ്റോ ഈ ഗലാത്തി ഐലൻഡുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ടച്ച് ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുത്തനും ചോദിക്കാനില്ല. കാരണം ദാറ്റ് ഇസ് ഇന്ത്യ, ഇന്ത്യയുടെ ലാൻഡാണ്, ഇന്ത്യയുടെ സോവറിനിറ്റിയാണ്, ആരും ചോദ്യം ചെയ്യാനില്ല. അവിടെ നിന്ന് നമുക്ക് എല്ലാ തരത്തിലുള്ള നിരീക്ഷണങ്ങളും നടത്താൻ കഴിയും. അതിലുപരിയായിട്ട് ഇൻഡോ പസഫിക് മേഖലയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചെക്ക് പോയിന്റ് ആയിട്ട് മാറും ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ ഈ ഗലാത്തി ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫ്യൂച്ചറിൽ ഒരു 20-25 ഇയേഴ്സിൽ വളരെയധികം ചർച്ചയാവാൻ പോകുന്ന ഒരു ലാൻഡാണ്, ഒരു പീസ് ഓഫ് ലാൻഡാണ് ഈ ഗലാത്തി ഐലൻഡ്. അതിലേക്കാണ് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നത്. ഇത് വളരെ ഡീപ്പ് വിഷനോട് കൂടി തുടങ്ങിയിരിക്കുന്ന പ്രോജക്റ്റാണ്. ഇത് വളരെ അർജന്റായിട്ട് തന്നെ ഈ വർക്ക് മുന്നോട്ട് പോവുകയാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രത്യേക കമ്പനിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ മോണിറ്റർ ചെയ്യുന്നത്. അതായത് ഓഫ് ഷോർ ഏരിയ മെന്റൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കമ്പനി, ഒരു സ്ഥാപനം, ഓഫ് ഷോർ ഏരിയ മെന്റൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണ് ഇപ്പം നിലവിലെ അവിടുത്തെ പ്രോജക്റ്റുകളുടെ ഓൺഗോയിങ് വർക്കുകളെല്ലാം തന്നെ ഗവർണൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ ഡയറക്റ്റായിട്ട് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രസ്റ്റാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ആർക്കും തന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ തീരുമാനമെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇന്ത്യ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും ചോഴ ഡൈനാസ്റ്റി. ഈ ചോഴ ഡൈനാസ്റ്റിയുടെ ഈ കടലുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ബന്ധം, അവരുടെ ആധിപത്യം, ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു പവർ
ശരിക്കും അങ്ങോട്ട് വെസ്റ്റ് ബംഗാൾ ത്രൂ താഴോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മ്യാൻമർ, തായ്ലാന്റ്, കംബോഡിയ, ഇന്തോനേഷ്യ ആ മേഖലകളിലെല്ലാം പടർന്ന് പന്തലിച്ചിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് ചോഴ ഡൈനാസ്റ്റി. അപ്പോൾ ഈ ചോഴ ഡൈനാസ്റ്റിയുടെ ആ ഒരു പവർ ശരിക്കും പറഞ്ഞാൽ റീഗെയിൻ ചെയ്ത് വീണ്ടും നമ്മളൊരു പവർഫുൾ ആയിട്ടുള്ള ഇന്ത്യൻ ഓഷനെ ലീഡ് ചെയ്യുന്ന ഒരു ഗെയിം ചേഞ്ചറായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പോർട്ടാണ് ഇന്ത്യ പ്രപ്പോസ് ചെയ്ത് പണിതുകൊണ്ടിരിക്കുന്ന ഈ ഗലാത്തി ഐലൻഡിൽ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ്. അപ്പോൾ എന്തായാലും കുറേ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.